കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പപ്പിമോള് വിഷ്ണുവിലുള്ള ഭക്ഷണവുമായിട്ട് റൂമിലെത്തുവാണ്. ഇതേസമയം ശ്യാമയും പിന്നാലെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് റൂമിന് പുറത്ത് നിൽക്കുവാണ്. അങ്ങനെ പപ്പിമോള് ഭക്ഷണം വിഷ്ണുവിന് കൊടുക്കുക. വിഷ്ണു വെച്ചാൽ ഈ ഭക്ഷണം കഴിക്കും. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ, ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാലേ വല്ലച്ചന് വീണ്ടും അസുഖം വരും. അന്നേരം വിഷ്ണു പറയണേ, ഞാൻ കഴിച്ചോളാം മോളെ അവിടെ വെച്ചോ. ആ സമയം പപ്പി പറയണേ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, വിഷ്ണു അച്ഛൻ ഇപ്പം തന്നെ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഞാനും കഴിക്കില്ല, എനിക്കും പനി വരട്ടെ, എന്നിട്ട് എന്നെ ഹോസ്പിറ്റലിലാവട്ടെ. അയ്യോ മോളെ അങ്ങനൊന്നും പറയല്ലേ, ബാ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അങ്ങനെ പറഞ്ഞ് അവരോട് ഭക്ഷണം കഴിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ പപ്പിമോൾക്ക് ചായ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശ്യാമയാണ് കേട്ടോ. ഈ സമയം ബാമ ടെൻഷനോടുകൂടി താഴത്തേക്ക് ഇറങ്ങി വരിക. ആരെങ്കിലും കണ്ടോ പൊന്നി, നീ കണ്ടോ? അപ്പോൾ ശ്യാമ ചോദിക്കണേ, എന്താ എന്താ സത്യാമേ? അന്നേരം ബാമ പറയണേ, രാഘവേട്ടനെ കാണാനില്ല, ഈ വീട് മുഴുവൻ ഞാരിച്ചു പെറുക്കി, ഒരിടത്തും രാഘവേട്ടനില്ല. ഈ സമയം പിള്ള വരുമ്പോൾ പിള്ളയോട് കണ്ടോ എന്ന് ചോദിക്കുക. അയ്യോ ഞാനൊന്നും കണ്ടില്ല എന്ന് പിള്ള പറയുവാണ് കേട്ടോ. ഈ സമയം പൊന്നിയും ശ്യാമയും എല്ലാവരും പപ്പിമോള് പറയുന്നതനുസരിച്ച് തന്നെ രാഘവേട്ടനെ കണ്ടില്ല എന്ന് പറയുവാണ്. അന്നേരം ബാമ വീണ്ടും അവിടെ എല്ലാം അന്വേഷിക്കുവാണ് കേട്ടോ. ഈ സമയം പപ്പിമോള് എല്ലാവർക്കും ഇങ്ങനെ ഡണ്ണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എല്ലാവരും പപ്പി പറയുന്നത് പോലെ തന്നെ ആക്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം ശ്യാമ സത്യാമ്മയോട് ചോദിക്കണേ, സത്യാമ്മ റൂമിലൊക്കെ ശരിക്കും നോക്കിയോ? ശരിക്കും നോക്കി, അവിടെ എങ്ങും രാഘവേട്ടനില്ല. ഈശ്വര, വയ്യാത്ത മനുഷ്യനാ, എന്താ സംഭവിച്ചതെന്ന് എങ്ങനെ അറിയുക? എന്നെ ആദ്യ പിടിപ്പിക്കാനായിട്ട് ഇത് എവിടെ പോയതാ? പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലോ മോളെ? അന്നേരം ശ്യാമ പറഞ്ഞേ, അമ്മേ ആദ്യം നമുക്ക് അച്ഛനൊന്ന് ഫോണിൽ വിളിച്ചു നോക്കാം. അമ്മ അച്ഛനെ വിളിച്ചതൊന്നും നോക്കിയില്ലല്ലോ. ഇല്ല, ഞാൻ പോയി ഫോൺ എടുത്തിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് ശ്യാമ റൂമിൽ പോയി ഫോണൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. അങ്ങനെ ഫോണിൽ രാഘവനെ വിളിക്കുമ്പോൾ ബിസിയാണെന്നുണ്ടോ പറയുന്നത്. അന്നേരം ശ്യാമ പറയണേ, ചിലപ്പോൾ വേറെ ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും, അമ്മ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ സത്യമ്മ വീണ്ടും ഫോണിൽ ഇങ്ങനെ വിളിക്കുവാണ്. അപ്പോൾ വീണ്ടും ബിസി എന്ന് തന്നെ പറയുവാണ് കേട്ടോ. അന്നേരം ശ്യാമ പറയണേ, ഇനി ചിലപ്പോൾ സത്യമ്മ തന്നെ തിരികെ വിളിക്കുവാണെങ്കിലോ? അത് കേൾക്കുമ്പോൾ ബാമ പറയണേ, അങ്ങനെ പറഞ്ഞ് എത്ര നേരം ആശ്വസിച്ചിരിക്കും, ചിലപ്പോൾ വല്ലയിടത്തും വീണ് കിടക്കുവാണെങ്കിലോ? ഫോൺ മറ്റാരെങ്കിലും കൈക്കലാക്കിയിട്ടുണ്ടെങ്കിലോ? അയാൾ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിലോ? ഷോ, എനിക്ക് ഓരോന്നൊക്കെ ഓർത്തിട്ട് ടെൻഷനാവുന്നു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ പോകുക. അങ്ങനെ പറഞ്ഞ് ഫോണെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ രാഘവനെയും കുട്ടി രോഹിത് അവിടെ എത്തുന്നത്. അങ്ങനെ ആ കാഴ്ച കണ്ട് പിള്ളച്ചേട്ടൻ്റെ സാറ് വന്നല്ലോ എന്ന് പറയുവാണ്. ഇതേസമയം വിഷ്ണു മുകളിൽ വന്ന് നിൽക്കുന്നുണ്ടാകും. അങ്ങനെ രാഘവനെ കാണുമ്പോഴേക്കും ബാമക്ക് ആശ്വാസമാകുക. എൻ്റെ രാഘവേട്ട, എവിടെയായിരുന്നു ഇത്? ഞാൻ എത്ര തവണ പേടിച്ചു എന്നറിയും, എൻ്റെ നെഞ്ചെടുപ്പ് ഇതുവരെ മാറിയിട്ടില്ല. ഈ സമയം രോഹിത് പറയണേ, അതിന് സത്യാമേ, ഞാൻ അച്ഛനെയും കുട്ടിയും പുറത്തൊക്കെ ഒന്ന് നടക്കാൻ പോയതായിരുന്നു, വൈദ്യര് പറഞ്ഞിരുന്നല്ലോ ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നടക്കുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതായിരിക്കുമെന്ന്. അന്നേരം ബാബ പറയണേ, ആയിക്കോട്ടെ, എങ്കിലും പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് പറഞ്ഞൂടെ? 15 മിനിറ്റ് രാഘവേട്ടനെ കാണാതായപ്പോൾ ഞാൻ എത്രത്തോളം ടെൻഷൻ അടിച്ചു എന്നും എത്രത്തോളം പേടിച്ചു എന്നും നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ സമയം പപ്പി പറയണേ, എനിക്കിടപെടാനുള്ള സമയമായി. എന്നിട്ട് പപ്പി ബാമയോട് പറയണേ, സത്യാമ്മേ 15 മിനിറ്റ് അച്ചാച്ചനെ കാണാതായപ്പോൾ സത്യാമ്മ ഇത്രയും പേടിച്ചിട്ടുണ്ടെങ്കിൽ 6 വർഷമായിട്ട് ചേച്ചിയമ്മയെ കാണാതിരിക്കുന്ന വല്യച്ഛൻ എത്രത്തോളം പേടിക്കുന്നുണ്ടാവും? വല്യച്ഛനും സത്യാമ്മയെ പോലെയല്ലേ? ചേച്ചിയമ്മയെ കാണാതെ വല്യച്ഛൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടാവും? അന്നേരം രാഘവൻ പറയണേ, ഭാമേ നീ മോള് ചോദിക്കുന്നത് കേട്ടില്ലേ, നീ അതിന് മറുപടി കൊടുക്കുന്നില്ലേ? അന്നേരം ഭാമ പറയണേ, അതെ, ചെറിയ കുട്ടികൾ അവരുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയാൽ മതി, വലിയവരുടെ കാര്യമൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നും ഹോംവർക്ക് എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് മാത്രം കുട്ടികൾ ആലോചിച്ചാൽ മതി ഇപ്പോൾ. അന്നേരം രോഹിത് പറയണേ, കുട്ടികളതൊക്കെ ആലോചിച്ചാൽ മതി, പക്ഷെ വലിയവർക്ക് ആലോചിക്കാമല്ലോ. ഇത്രയും കാലമില്ലേ സത്യാമ്മേ, ഇനിയെങ്കിലും ശാലിനിക്ക് ഒരു മോക്ഷം കൊടുത്തൂടെ? സത്യാമ്മ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ശാലിനിയെ കണ്ടുപിടിച്ച് ഞാനിവിടെ സത്യാമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ശാലിനിയെ തിരികെ വിളിച്ചൂടെ? ഈ സമയം ശ്യാമ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അങ്ങനെ ലോകത്തിലെ എല്ലാ കോണിലൊന്നും അലയേണ്ട ആവശ്യമില്ല. സത്യാമ്മ സംബന്ധിച്ച ചേച്ചിയെ ഞാൻ ഇപ്പം തന്നെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാം. അല്ലെങ്കിൽ പിന്നെ പപ്പിമോളെ രോഹിത്തിനെ നഷ്ടപ്പെടുമെന്നുള്ള പേടിയിൽ എനിക്കിങ്ങനെ ജീവിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ശ്യാമ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ്. ഇതേസമയം ബാമ പറയണേ, ശാലിനിയുടെ കാര്യത്തിൽ ഇനി ആരും ഒന്നും പറയാൻ നിൽക്കണ്ട. ആ കേസിൻ്റെ വിധി ഞാൻ പണ്ടേ പറഞ്ഞതാ, ഇനി അതിൽ ഒരു അപ്പീൽ ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ് ബാമാവത്തേക്ക് പോകുവാണ്. അങ്ങനെ ബാമയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് വിഷ്ണുവിനങ്ങ് കലി കയറുവാണ് കേട്ടോ. വിഷ്ണു ദേഷ്യത്തിൽ കൈയൊക്കെ ഇങ്ങനെ ആ ഒരു സ്റ്റെയർ കേസിൻ്റെ പിടിയിൽ ഇങ്ങനെ ദേഷ്യത്തിൽ ഇടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് വിഷ്ണു ദേഷ്യത്തിൽ റൂമിലേക്ക് പോകുവാണ്. ഈ സമയം രാഘവൻ നായർ പപ്പിമോളെ വിളിച്ചിട്ട് പറയണേ, മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ബാമ അങ്ങനെയൊക്കെ പറഞ്ഞതോർത്ത് മോള് വിഷമിക്കണ്ട. അന്നേരം പപ്പിമോള് പറയണേ, എനിക്ക് വിഷമമൊന്നുമില്ല, എങ്ങനെയെങ്കിലും ചേച്ചിയമ്മയെ തിരികെ കൊണ്ടുവന്ന് വല്ലച്ചനും ചേച്ചിയമ്മയും കൂടി സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടാൽ മതി എനിക്ക്.
അത് കേട്ടിട്ട് എല്ലാവരും സങ്കടത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി റൂമിലിരിക്കുന്ന വിഷ്ണുവിനെയാണ്. ഈ സമയം ഭാമ ഫോണിൽ സംസാരിച്ച് വിഷ്ണുവിൻ്റെ റൂമിലേക്ക് വന്നു കയറുവാണ്. അങ്ങനെ ഫോണിൽ മാരേജിൻ്റെ കാര്യമൊക്കെ ഉണ്ടോ സംസാരിക്കുന്നത്. അതെ, സത്യഭാമയുടെ മകന് വേണ്ടിയിട്ടാണ് പെണ്ണാലോചിക്കുന്നത്. റേഞ്ചൊക്കെ അറിയാമല്ലോ, എത്രയും വേഗം വേണം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ടാക്കുക. അന്നേരം വിഷ്ണു ചോദിക്കണേ, അമ്മ എന്താ മാരേജ് ബ്യൂറോ തുടങ്ങാൻ പോകുവാണോ? എൻ്റെ മകന് വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഈ സത്യഭാമ അതും തുടങ്ങിയെന്ന് വരും. അന്നേരം വിഷ്ണു പറയണേ, ഈ റൂമിലിരുന്നാൽ പോലും അമ്മ എനിക്ക് സമാധാനം തരില്ലേ? കുറച്ച് സമാധാനം കിട്ടാനാണ് ഇവിടെ തന്നെ ഇരിക്കുന്നത്. അന്നേരം ഭാമ പറയണേ, ഇങ്ങനെ ഈ റൂമിൽ തന്നെ അടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? എനിക്കെൻ്റെ പഴയ വിഷ്ണുവിനെ തിരികെ വേണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അന്നേരം വിഷ്ണു ചോദിക്കണേ, അമ്മ എന്താ വിചാരിച്ചത്? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പഴയതുപോലെ ആകുമെന്നോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ വീട്ടിൽ പുതിയൊരു അംഗവും കൂടി വരും, അല്ലാതെ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അമ്മക്കറിയാലോ എൻ്റെ സുഖവും സന്തോഷവും എല്ലാം. അന്നേരം ഭാമ പറയണേ, മതി നിർത്ത്. കുറേ നാളായാലും നീ ഇത് പറയാൻ തുടങ്ങിയിട്ടും. ഈ ലോകത്തെന്താ നിനക്ക് മാത്രമേ ഭാര്യയുള്ളൂ? അച്ഛൻ, അമ്മ, മകൻ, മകൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും മുറിച്ചു മാറ്റാൻ പറ്റില്ല. പക്ഷേ ഈ ഭാര്യ എന്ന് പറയുന്നതും മരുമകൾ എന്നൊക്കെ പറയുന്ന ബന്ധം വെറും ഒരു കടലാസ് പേപ്പറിൽ തീരും, ഡിവോഴ്സിലൂടെ. അതേക്കുന്ന വിഷ്ണു അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുവാണ് കേട്ടോ. അന്നേരം ഭാമ പറയണേ, അതെ, എനിക്കിനി ഈ കാര്യത്തിൽ വലിച്ചു നീട്ടലിൻ്റെ ആവശ്യമില്ല. അതിലെനിക്ക് ഉടനെ തന്നെ ഒരു തീർപ്പ് വേണം. ഈ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി പോലും ചേച്ചിയമ്മയും വല്യച്ഛനെയും ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത വില്ലത്തിയായിട്ടാണ് എന്നെ കാണുന്നത്. മാത്രമല്ല, അവളെ തിരികെ കൊണ്ടുവരാൻ സ്വന്തം ഭർത്താവടക്കം വീട്ടിലുള്ള എല്ലാവരും എന്നോട് ഒളിയുദ്ധങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഒരു അന്ത്യം വേണം. അവരുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ അവൾ ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ ഞാനും സമ്മതിക്കാം. എല്ലാവർക്കും സന്തോഷമാവട്ടെ. അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് വിഷ്ണു. ആ സമയം ഭാമ പറയണേ, ഈ വരുന്ന അമാവാസി വരെ അതിന് സമയമുണ്ട്. അതിനുള്ളിൽ നിനക്ക് ശാലിനിയെ കണ്ടെത്തി എൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റിയ അവളെ ഞാൻ നിൻ്റെ ഭാര്യയായിട്ട് വീണ്ടും അംഗീകരിക്കാം. എന്നാൽ അതിനുള്ളിൽ അവളെ കണ്ടുപിടിക്കാൻ നിന്നെ കൊണ്ടായില്ലെങ്കിൽ പിന്നെ നീ ഞാൻ പറയുന്നത് അനുസരിക്കണം. ഞാൻ പറയുന്നത് പോലെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ നീ തയ്യാറായിരിക്കണം. പിന്നീട് അവൾക്ക് ഒരിക്കലും നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റില്ല. കാരണം അതിനുശേഷം നീ മറ്റൊരുത്തിയുടെ ഭർത്താവായിരിക്കും. എന്താ നീ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ? 15 ദിവസം, അത്രയും ദിവസം മുമ്പിലുണ്ട്. അതിനുള്ളിൽ നിനക്ക് അവളെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ കണ്ടെത്തിക്കൊണ്ടുവന്നോ. ഇത് എൻ്റെ അംഗീകാരത്തോടെ അവളെ വീണ്ടും ഈ വീട്ടിലെ മരുമകളായിട്ട് സ്വീകരിക്കാനുള്ള അവസാനത്തെ അവസരമാണിത്. നീ ഇത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിക്കോ. എനിക്ക് ഉറപ്പുണ്ടാ, നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. 6 വർഷം അവൾ എവിടെയാണ് ജീവിച്ചതെന്ന് പോലുള്ള ഒരു വിവരം നിനക്കില്ല. നീ 15 ദിവസം കൊണ്ട് എന്ത് ചെയ്യാനാ? എന്നാലും നിങ്ങളുടെയൊക്കെ സമാധാനത്തിന് വേണ്ടിയാണ് ഈ ഒരു അവസരവും കൂടി ഞാൻ തരുന്നത്. അങ്ങനെ പറഞ്ഞ ഭാമ പോകാൻ തുടങ്ങുവാണ്. എന്നിട്ട് വിഷ്ണുവിനെ വീണ്ടും നോക്കി പറയണേ, വിഷ്ണു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 15 ദിവസം. അത് കഴിഞ്ഞാൽ നീ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ തയ്യാറായിക്കോ. അങ്ങനെ പറഞ്ഞ് ഭാമ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം വിഷ്ണു ആണെങ്കിൽ ഈ ദിവസത്തിനുള്ളിൽ ശാലിനിയെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരുമെന്ന് ഉറച്ചൊരു തീരുമാനം എടുക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശാലിനിയാണ്. ശാരദാമ്മ ശാലിനിയോട് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കണേ, ശാലിനി, നീ ഇനിയും ഇവിടെ എന്ത് ധൈര്യത്തിലായിരിക്കുന്നത്? നിന്റെ ഭർത്താവിന് വേണ്ടി അവിടെ നിന്റെ അമ്മായിയമ്മ പുതിയ ബന്ധങ്ങൾ ആലോചിച്ചു തുടങ്ങി. ആ വിവാഹം മുടക്കാൻ നിന്റെ മക്കൾ തന്നെ മുന്നിട്ടിറക്കുന്നത്. വിവാഹം മുടക്കി വല്യച്ഛൻ്റെ ഭാര്യയെ തിരികെ കൊണ്ടുവരാൻ സ്വന്തം മക്കൾ തന്നെ ശ്രമിക്കുന്നു. അവരുപോലും അറിയുന്നില്ല അവരുടെ അമ്മയെ തന്നെയാണ് അവർ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന്. അന്നേരം ശാലിനി പറഞ്ഞേ, അമ്മേ ഒന്ന് പതുക്കെ, ഇതെങ്ങനെ സത്യം കേട്ടാലോ? ഈ 6 വർഷം ഞാൻ ഈ നാട്ടിൽ നിന്ന് മാറി നിന്നതും അമ്മ തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്തതിനൊന്നും ഒരു വിലയില്ലാതായി പോയില്ലേ? പിന്നെ പപ്പി, അത് എൻ്റെ മോളല്ല, ശ്യാമയുടെ മോളാ. ആ കാര്യം അമ്മ മറക്കരുത്. അന്നേരം ശാരദ പറഞ്ഞേ, ശരി, അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നീ ഇവിടെ നിന്ന് മാറി നിന്നതും ഞാൻ തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്തതൊക്കെ എന്തിനാ? സത്യഭാമയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ വാശി ജയിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് വേണ്ടി എത്ര നല്ല കാര്യങ്ങളാണ് നീ ചെയ്തത്, ഇപ്പോഴും നീ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊരു കാര്യമെങ്കിലും അവരറിയുന്നുണ്ടോ? അവരുടെ ഭർത്താവും മകനും മകളും ഒക്കെ ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും നീ അവർക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അവരുടെ മകള് ഗർഭിണിയായപ്പോൾ അവളുടെ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നീ എന്തൊക്കെയാണ് ചെയ്തത്? പ്രസവം വരെ എടുത്തില്ലേ? പിന്നീട് ശ്യാമയുടെ കുഞ്ഞു പോയപ്പോൾ ആ വിവരം അവർ കാരണമാണെന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ അത് സത്യാമ്മക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അത് മറച്ചു വെച്ച് സ്വന്തം കുഞ്ഞിനെ പോലും അനിയത്തിക്ക് ദാനമായിട്ട് നീ കൊടുത്തില്ലേ? ഇത്രയൊക്കെ ചെയ്ത് നീ അവസാനം അവർ വിഷ്ണുവിൽ നിന്ന് വാങ്ങിയ ശബ്ദത്തിൻ്റെ പേരിൽ അവരുടെ കൺമുമ്പിൽ പോലും വരാതിരിക്കാൻ ഈ നാടേ വിട്ടു പോയില്ലേ? ഇത്ര മതിയായില്ലേ മോളെ നിനക്ക്? നീ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും അവർക്ക് നിന്നോടുള്ള ദേഷ്യവും വെറുപ്പും ഒന്നും മാറിയിട്ടില്ലല്ലോ. അവർ കാരണമല്ലേ നീ നാട് വിട്ട് പോയത് തന്നെ. അന്നേരം ശാലിനി പറയണേ, സത്യാമ്മ കാരണം തന്നെയല്ലേ ഈ നാട്ടിലേക്ക് തിരികെ വന്നത്. അന്നേരം ശാരദ പറയണേ, അതൊക്കെ ശരിയാ, എന്നിട്ടും നീ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നും അവരറിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും നിന്നെ അവർ ആജന്മ ശത്രുവായിട്ടാണ് കാണുന്നത്. ഇനി എന്തിനാ മോളി ഒളിച്ചു കളി? അങ്ങനെ ശാരദാമ്മയുടെ വാക്കുകളൊക്കെ കേട്ട് ഒന്നും മറുപടി കൊടുക്കാനാവാതെ നിൽക്കുന്ന ശാലിനിയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.